ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഓറഞ്ച് പീൽസ് കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ്. അതായത് നമ്മുടെ ഗാർഡനിൽ നമ്മുടെ ഓറഞ്ച് പീൽസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓറഞ്ച് പീൽസ് ഇതേപോലെ എടുക്കുക. ഓറഞ്ച് നമ്മൾ കഴിച്ചതിന് ശേഷമുള്ള അതിൻ്റെ തൊലി നമ്മൾ സാധാരണ അത് വേസ്റ്റായിട്ടാണ് കളയാറുള്ളത്. അതിൻ്റെ ഉപയോഗം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇനി ഈ ഓറഞ്ച് പീൽസ് കളയത്തില്ല. ഈ ഇതുപോലുള്ള ഓറഞ്ച് തൊലി എടുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ചിടുക. കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ടാലും മതി. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും നമുക്ക് നല്ല ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെടിയെ, ഈ ഒരു റോസ് ഇപ്പം നട്ടിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഇതന്നേരം ഓൾറെഡി മൊട്ടും പൂവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നുകൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇത് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെടിയുടെ ചുവട്ടിലാണ് ഈ ഓറഞ്ചിൻ്റെ പീൽസ് ഇടാൻ പോകുന്നത്. ഇതിന് ചുറ്റും ചെറുതായിട്ട് ഒരു ചെറിയതായിട്ടൊന്ന് കുഴിയെടുത്തിട്ട് അതിൽ വേണം നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാൻ. ഓറഞ്ച് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് മണ്ണിനോട് ചേർന്നോളും. ഈ ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് നമ്മുടെ ചെടിക്ക് വേണ്ട നൈട്രജൻ, പൊട്ടാഷ്യം, കാൽഷ്യം, സൾഫർ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, അങ്ങനെ ഒരുപാട് അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെയും ഈ ഓറഞ്ച് പീൽസിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് മണ്ണിനോട് ചേർന്ന് ഈ മണ്ണ് നല്ലൊരു റിച്ച് സോയിലായിട്ട് മാറും. നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് മാറാൻ ഈ ഓറഞ്ചിൻ്റെ പീല് സഹായിക്കും. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെടി നല്ലപോലെ തഴച്ചു വളരാനും പുതിയ പൂക്കളും മുട്ടുകളും ഉണ്ടാകാനും ഒക്കെ ഈ ഓറഞ്ചിൻ്റെ പീല് സഹായിക്കും. രണ്ടാമത്തെ ടിപ്പ്, ഓറഞ്ചിൻ്റെ തൊലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ധാരാളം മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ ഓറഞ്ച്. എന്നിട്ട് ഓറഞ്ചിൻ്റെ പീല് ജസ്റ്റ് നമ്മൾ ഇതുപോലെ എടുക്കുക, അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുക. അരിഞ്ഞിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് അലിഞ്ഞ് വെള്ളത്തിലോടോ മണ്ണിനോടോ ഒക്കെ ചേരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുന്നത്. അരിഞ്ഞ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഡീകമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അരിഞ്ഞിടുക. ഇത് ഒരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലകളൊക്കെ നല്ല പച്ചപ്പോട് കൂടി വരിക. അതുപോലെ തന്നെ ചെടിയിലുള്ള ഉറുമ്പ്, ഫിഡ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ വരാതിരിക്കും. ഉറുമ്പൊക്കെ ഉള്ളതിന് ഇതൊന്ന് അടിച്ചു നോക്കും, വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഇതിലേക്ക് ഈ ഒരു ഫെർട്ടിലൈസറിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയുടെ കൂടെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി കൂടെ ചേർക്കുന്നുണ്ട്. ഏത് പഴത്തിൻ്റെ തൊലി ആയാലും ഇതുപോലെ അരിഞ്ഞ് ഇടുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം നിരപ്പെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് ദിവസം 3-5 ദിവസം വെക്കുക. വെച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. അതായത് അതിൻ്റെ സത്ത് മാത്രം നമുക്ക് മതി. ഒരു 3-5 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ ന്യൂട്രിയൻസും വെള്ളത്തിലേക്ക് ഇറങ്ങി നമുക്ക് കിട്ടും. ഇത് കുറച്ച് 5 ദിവസമായിട്ടുണ്ട്. ഇത് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ അരിച്ച് ഒഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത്, ഈ ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് ലിമോനിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കൽ നമ്മുടെ ഈ ഉറുമ്പിൻ്റെ, ഫിഡ്സിൻ്റെ, അതുപോലുള്ള ജീവികളുടെ ഒക്കെ പുറത്തുള്ളൊരു വാക്സി കോട്ടിംഗ് ഉണ്ട്. ആ വാക്സ് കോട്ടിങ് അലിച്ചങ്ങ് കളയും ഈ ഓറഞ്ചിൻ്റെ പീലിൻ്റെ അകത്തുള്ള ലിമോനിൻ എന്ന് പറയുന്ന കെമിക്കൽ. അങ്ങനെ ആ വാക്സി കോട്ടിങ് പോവുകയും അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനിടയാകും. അങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ, അതുപോലെ ഒരു പെസ്റ്റ് റെപ്പലൻ്റായിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഫെർട്ടിലൈസറാണ്, അതുപോലെ തന്നെ സെയിം ടൈമിൽ ഒരു പെസ്റ്റ് റെപ്പലൻറ്റുമായിട്ട് ഈ ഒരു സ്പ്രേ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ചെടികൾക്ക് അതിൻ്റെ ആ ഒരു കറിവേപ്പിനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയ്ക്ക് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പച്ചപ്പോട് കൂടി നല്ല തഴച്ച് വളരുന്നത് കാണാൻ പറ്റും. ഇത് മാസത്തിൽ ഒരിക്കലോ, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന ഒരു സൈഡ് എഫക്ട്സും ഇല്ല. നിങ്ങൾക്കിത് ഒഴിച്ച് കംപ്ലീറ്റ് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പവുമില്ല.
ചെടികൾക്കൊക്കെ ആവശ്യമായ നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇത് നല്ലതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കൂടുതൽ പേർക്ക് അറിയത്തില്ലായിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അന്നേരം അവർക്കും ഈ ഒരു വിദ്യ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് എല്ലാവരും ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കളയാറാണുള്ളത്. അന്നേരം ഇതുപോലുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. മൂന്നാമത്തെ ടിപ്പാണ് ഓറഞ്ചിൻ്റെ പീൽസ് നമുക്ക് നല്ലതുപോലെ ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കാം. ഇത് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം ആദ്യം തന്നെ ഞാൻ പറയാം വേറെ ഒരു കാര്യം. നല്ലതുപോലെ ഉണക്കി ഇതിൻ്റെ അകത്ത് ഞാനൊരു നാരങ്ങയുടെ തൊലി കൂടി ഇട്ടിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണങ്ങി കിട്ടും. അതും ഇതേപോലെ തന്നെ വളരെ നല്ലതാണ്. ചെടികൾക്ക് പൂക്കാനും ഒക്കെ നാരങ്ങയുടെ തൊലി ഒരുപാട് നല്ല. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. നല്ലതുപോലെ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഉണങ്ങിയിട്ടില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണ് നല്ലൊരു റിച്ചായിട്ട് വരും. മണ്ണിട്ട് മൂടി കൊടുക്കണം, ചെറുതായിട്ടൊന്ന് മൂടി കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതല്ലാതെ തന്നെ ഇത് പൊടിച്ചെടുക്കുന്ന ആ പൊടിയെ നമ്മൾ ചെറിയൊരു ടിന്നിലോ ബോക്സിലോ അല്ല ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമുക്ക് കാറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല മണമാണ്. കാറിൽ ആ ഓറഞ്ചിൻ്റെ മണം, നല്ല റിയൽ മണം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് നമുക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇത് നമ്മൾ തറ തുടയ്ക്കാനോ ഒക്കെ ഇത് കുറച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മണം, ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടി ഈ ഒരു പീല് സഹായിക്കും. ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ഒരു 5-6 മാസത്തേക്കൊക്കെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഔട്ട് ഓഫ് സീസൺ ആകാൻ നേരം നമുക്കിത് ചെടികൾക്കൊക്കെ ഇടാൻ വളരെ നല്ലതാണ്. നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇതാണ് ചെടികളുടെ ഗ്രോത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓറഞ്ച്. അന്നേരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. എന്നിട്ട് ഇനി അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ 4ാമത്തെ ടിപ്പെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മണത്തിന് വേണ്ടിയിട്ട്, അതായത് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഓറഞ്ചിൻ്റെ പീൽസ് എടുക്കുക, നമ്മൾ ചെറിയ പീസസ് ആക്കി മുറിച്ചിടുക, അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു ബോട്ടിലിലേക്ക് ഇടുക. അതെന്തുമാത്രം നമുക്ക് വേണോ അത്രയും നമ്മൾ അരിഞ്ഞെടുക്കുക. ഇത് നമ്മൾ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിന് നമ്മൾ എടുക്കുന്ന ഓറഞ്ചിൻ്റെ പീൽസ് എടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം ഇതിലേക്ക് നിരപ്പെ നമ്മൾ വിനാഗിരി ഒഴിക്കുക. ഇത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്കത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. എത്ര ദിവസം വേണമെങ്കിലും അത് ഇരുന്നോളൂ, ഒരു കുഴപ്പവുമില്ല. ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ തറ തുടയ്ക്കാനാണെങ്കിൽ ഇതിൽ 1-2 ഡ്രോപ്സ് തറ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം തറ തുടയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു മണമായിരിക്കും കിട്ടുന്നത്. ഓറഞ്ചിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു മണമായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു സിന്തറ്റിക് നാച്ചുറൽ നോ ഫ്രൂട്ട് വിനെഗറാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ അടച്ച് വെക്കുക, സൂക്ഷിച്ച് വെക്കുക. ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. വെച്ചതിന് ശേഷം നമുക്ക് തറ തുടയ്ക്കാനും അങ്ങനെ പല ആവശ്യങ്ങൾക്ക്, കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു ക്ലീനിങ്, ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണിത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഇൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.